Gigi is cooking very, very hard. താൻ പടത്തലവനായി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്റെ ആയുധപ്പുരയിൽ മികച്ച ആയുധങ്ങൾ അത്യധികം മൂർച്ചയോടെ ഉണ്ടായിരിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു പടത്തലവന്റെ നിശ്ചയദാർഢ്യം ഗൗതം ഗംഭീർ എന്ന പരിശീലകന്റെ മനസ്സിലുണ്ട് എന്നാണ് ക്രിക്ബസ് പുറത്തുവിട്ട ആ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത്. അതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഗൗതം ഗംഭീർ ഹാസ് ആസ്ക്ഡ് ജോൺ ഡി റോഡ്സ് അബൌട്ട് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ജോയിനിങ് ദ സപ്പോർട്ട് സ്റ്റാഫ് അണ്ടർ ഹിം ഇൻ ഇന്ത്യൻ നാഷണൽ ടീം ഇഫ് ഹി ഈസ് സെലക്ടഡ് ആസ് ദ ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യ. അതായത് ക്രിക്ബസ് ഇന്നലെ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ അനുസരിച്ച് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫീൽഡർ എന്നും ഫീൽഡിംഗ് പരിശീലകനെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സൗത്ത് ആഫ്രിക്കയുടെ സെൻസേഷണൽ സൂപ്പർമാൻ ഫീൽഡർ ജോൺ ഡി റോഡ്സിനോട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ ഫീൽഡിംഗ് പരിശീലകനായി ജോയിൻ ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടോ, ഞാൻ ഇന്ത്യൻ നാഷണൽ ടീം ഹെഡ് കോച്ച് ആയാൽ എന്ന് ഗൗതം ഗംഭീർ ചോദിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അതായത് ഗൗതം ഗംഭീർ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ പരിശീലകനാവാനുള്ള ഇന്റർവ്യൂ എന്ന പേരിൽ നടക്കുന്ന നെഗോസിയേഷന്റെ ആദ്യഘട്ടം ഇന്നലെ നടന്നു. ഇന്ന് രണ്ടാം ഘട്ടം നടക്കാൻ പോവുകയാണ്. പക്ഷേ വളരെ നേരത്തെ തന്നെ താൻ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കോച്ചായി കഴിഞ്ഞാൽ തന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ ഫീൽഡിംഗ് പരിശീലകനായി ജോയിൻ ചെയ്യാൻ ജോൺ ഡി റോഡ്സിന് താല്പര്യമുണ്ടോ എന്ന കാര്യം ഗൗതം ഗംഭീർ വളരെ നേരത്തെ തന്നെ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സംഗതി വളരെ വ്യക്തമാണ്. താൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, അതിനെന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണമെന്നൊക്കെ വളരെ നേരത്തെ തന്നെ ആലോചിച്ചുറപ്പിച്ച് കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൗതം ഗംഭീർ. സോ ഈ മനുഷ്യൻ കോച്ചായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ അഭിമുഖം എന്ന പേരിൽ നടക്കുന്ന നെഗോസിയേഷൻ കൂടി അറിയാം. ഏതായാലും ജോൺ ഡി റോഡ്സ് ഇന്ത്യൻ നാഷണൽ ടീമിൽ ഫീൽഡിംഗ് കോച്ചായിട്ട് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡിംഗ് ലെവൽ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മുടെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഫീൽഡിംഗ് എബിലിറ്റി എങ്ങനെയാണ് വലുതായത്, അതായത് നിക്കോളാസ് പുറന്റെ ഒക്കെ ക്യാച്ചിന്റെ എബിലിറ്റി ഒക്കെ മാറിയത് നിങ്ങൾ കണ്ടല്ലോ ജോൺ ഡി റോഡ്സ് ഫീൽഡിംഗ് പരിശീലകനായി വന്നപ്പം. മുംബൈ ഇന്ത്യൻസിലും ഒരു ഫീൽഡിംഗ് വിപ്ലവം തന്നെ വന്നത് ജോൺ ഡി റോഡ്സ് പരിശീലകനായതിനു ശേഷമാണ്. ഈ ഒരു സൂപ്പർ ഫീൽഡിംഗ് മെന്ററെ ഗൗതം ഗംഭീർ തന്റെ ആയുധപുരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫീൽഡിംഗ് വേറെ ലെവലാവും.